ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ അപ്പന് ഹോസ്പിറ്റലിലൊക്കെ തന്നെയാണ്, സരസുവിനും വയ്യായിയൊക്കെയാണ്, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ അപ്പോഴേ ഇന്ന് സുപ്പു പെട്ടെന്ന് ഒരു ടിപ്പ് കാണിച്ചു തരാം. നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ട് പോകാം. എന്താണെന്ന് കാണിക്കട്ടെ. അപ്പോഴെന്താണെന്ന് കാണിച്ചു തരാം. നമ്മൾ നരയൊക്കെ നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പം കെമിക്കലായാലും നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും പെട്ടെന്ന് നമുക്ക് നരയൊക്കെ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നരയൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകും. അപ്പോഴതിന് ഒരു പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് സുപ്പ് പറഞ്ഞു തരാം. ബദാം ഉണ്ടല്ലോ, നമ്മുടെ ബദാം നന്നായിട്ട് കരിച്ചെടുക്കുക. നമ്മുടെ ഗ്യാസിലോ നമ്മുടെ തീക്കനലിട്ടോ നന്നായിട്ട് ഇത് കരിച്ചെടുക്കുക. കരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം നമുക്കിത് സുപ്പ് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടേ. ഞാനൊരു 10-15 എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, കരിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നില്ലേ നമുക്ക് ചെയ്യാൻ. അപ്പോഴിതേ ഇങ്ങനെ പൊടിച്ച് വെച്ചത് ഇതിനകത്തോട്ട് നമുക്ക് എന്താണ് ഇടാൻ പോകുന്നതെന്ന് അറിയാം. ഇത് നമ്മൾ ഈ വാങ്ങിക്കുന്ന അലോവേര ജെല്ലി തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അത് തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം. ഈ ബദാമും ഈ അലോവേര ജെല്ലും കൂടെ ഭയങ്കര മഴ വരുന്നു ഇവിടെ കേട്ടോ. ഞാൻ പെട്ടെന്ന് വന്നിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ നമ്മുടെ ഈ അലോവേര ജെല്ലും നമ്മുടെ ഈ ബദാം പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മഴ പെയ്യുമോ? നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ബ്രഷോ, പല്ല് തേക്കാത്ത ബ്രഷോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ ബ്രഷോ, അല്ലെങ്കിൽ നമ്മൾ മസ്കാരയൊക്കെ ഇടുമല്ലോ അതിനുള്ള ബ്രഷോ, അല്ലെങ്കിൽ നമ്മുടെ ഡൈ ചെയ്യുന്ന ബ്രഷോ, ഇത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈകൾ തന്നെ നമുക്ക് എടുക്കാം, വിരൽ തന്നെ. ഞാനിവിടെ കൂടുതൽ അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര മഴ വരുന്നേ. അപ്പോഴതേ അത് നമുക്ക് സ്പൂണിനകത്ത് ഞാൻ എടുത്ത് ചെയ്ത് കാണിക്കാം. അതേ നമ്മുടെ നമുക്ക് നരയായിട്ടൊക്കെ ഇരിക്കുന്നിടത്ത് നമുക്കിതേ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ടിത് കറക്കും കേട്ടോ. നന്നായിട്ട് കറുത്ത് തന്നെ ഇരിക്കും. നന്നായിട്ടിത് കരിച്ചെടുക്കണം. കരിച്ചെടുക്കുന്ന കാര്യം നമ്മളുടെ കയ്യിലാണ്. അത് നന്നായിട്ട് കരിച്ചെടുക്കുക. എന്നിട്ട് ഈ നരയുള്ള ഭാഗത്തെല്ലാം ഇതിപ്പോൾ ഞാനങ്ങ് നമ്മുടെ എൻ്റെ കയ്യിൽ സ്പൂൺ ഇരുന്നത് കൊണ്ട് ഞാനങ്ങ് ചെയ്തത്. നമുക്ക് കൈ വെച്ച് ഞാൻ ചെയ്ത് കാണിക്കാം. മഴയും വരുന്നു. ആകപ്പാടെ ഇങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ നല്ല കറുത്തിരിക്കും മുടി കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടിട്ട് നിങ്ങൾ പോയിക്കോളൂ. നല്ല കറുപ്പാണ് കേട്ടോ. നല്ല കറുപ്പാണ്. എളുപ്പ പണിയല്ലേ സുപ്പ് കാണിച്ചു തന്നത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇവിടെ നരയുള്ളിടത്തെല്ലാം ഇങ്ങനെ തേച്ചോളൂ. കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ ആ മുടിയുടെ ഫ്രണ്ടിലുള്ള ആ കറുപ്പിലോട്ട് ആ വെളുത്ത മുടിയിലോട്ട്, കറുപ്പിലോട്ടല്ല വെളുത്ത മുടിയിലോട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഞാൻ കൂടുതലും നമ്മുടെ വിരൽ വെച്ച് തന്നെയൊക്കെ കേട്ടോ. ഞാൻ ചുമ്മാ സ്പൂൺ എടുത്തന്നേ ഉള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് ഞാൻ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ പെട്ടെന്ന് ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ നമുക്കൊന്ന് പൊടിച്ച് വറുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തിട്ട് പോകാം. പിന്നെ എന്നിട്ട് പോകുമ്പോഴേ നമ്മൾ ഒന്ന് ഒന്ന് സെറ്റ് ആക്കിയിട്ട് തന്നെ ഇത് തേച്ച് ഒന്ന് മുടി ചീപ്പും വെച്ച് നമ്മളൊന്ന് ചീകണം കേട്ടോ. ചീയതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങളെ മുടി കെട്ടിയിട്ട് ഇങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. പറക്കുന്ന മുടിയൊന്നും അല്ലെങ്കിൽ എൻ്റെ കൂട്ട് ചുരുളനൊക്കെ ആണെങ്കിൽ ഒന്ന് ചീകി ഒതുക്കിയിട്ടൊക്കെ പോകുന്നത് നല്ലതാണ്. അപ്പോഴെത്ര പെട്ടെന്നാണ് നമ്മുടെ മുടി കറപ്പിച്ചത് കണ്ടോ. നരയുണ്ടെന്ന് ആരെങ്കിലും പറയുമോ സുപ്പുവിൻ്റെ മുടിയിൽ? ഇപ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി കുറവാണ്. നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കുറവാണ്. നര അത്ര ഇല്ലല്ലോ നമുക്ക്. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം ഇത് കേട്ടോ. നമുക്ക് 1 മണിക്കൂർ നിൽക്കണമെങ്കിൽ കടുചായ നിങ്ങൾ ഇട്ട് മിക്സ് ചെയ്ത് ചേറ പൊടിച്ച് വെച്ച് കരിച്ച്
കരിച്ചട്ട ഏറെ പൊടിച്ച് വെച്ച് നമുക്കിതേപോലെ സമയമുള്ളപ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ബേജാറാവേണ്ട കാര്യമേ ഇല്ല. ഇനിയിപ്പം നമ്മൾ ബേജാറാവേണ്ട, നമ്മുടെ മുടിയിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. മുടിയുടെ സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പോയിട്ട് നിങ്ങൾക്ക് വൈകിട്ട് നിങ്ങൾ കുളിക്കുന്നവരാണെങ്കിൽ, ആരാവിനും കുളിക്കാത്തല്ലേ, നമ്മളങ്ങ് കഴുകിയാൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, ഒരു കെമിക്കലും ഇല്ല, നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായി. അപ്പോഴും ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് സുപ്പുവിനെ വിവരം അറിയിക്കണം. നല്ല കിലോ റിസൾട്ട് വരുന്നതാണ് കേട്ടോ. കിലോ റിസൾട്ട് തരുന്നതാണ്. നമുക്ക് വൈകുന്നവരെയും നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചോളൂ, ഒരു കുഴപ്പവും ഇല്ല. ഇതേ നമ്മൾ എന്തെങ്കിലും പുരട്ടിയെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ ചിലർ പറയും, ഓ തൊട്ടാൽ പോവും, വെള്ളം ഒഴിച്ചാൽ പോവും, അതൊക്കെ പോവും. ഇത് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. വെള്ളം ഒഴിച്ച് തലമുടിയില്ല കഴുകിയാൽ അത് പോകാതെ ഇരിക്കുമോ? അപ്പോഴും പോകും. ഇത് ഞാൻ എടുത്തു പറയുന്നതാണ്. ചിലർ ചോദിക്കും, ഇത് വെള്ളം ഒഴിച്ചാൽ പോകത്തില്ലേ? തീർച്ചയായിട്ടും പോകും. നമ്മൾ മുടി കഴുകുമ്പോൾ എന്തായാലും പോകും. നമ്മൾ അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് യാത്രയ്ക്ക് പോകാൻ ഇത് നല്ലൊരു ഐഡിയയാണ്, നല്ലൊരു സൂത്രപ്പണിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ബദാം പരിപ്പൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. സുപ്പ് പറഞ്ഞത് ശരിയാണോ എന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ കൊച്ചുങ്ങളല്ലേ, ഈ ടീച്ചറമ്മ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുമോ? അപ്പോൾ സുപ്പിൻ്റെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ. നമ്മുടെ ഒരുപാട് വിഷമങ്ങളിലും ഒക്കെ കൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യണം. അതുകൊണ്ട് എന്നും നിങ്ങളുടെ അടുത്ത് വരുന്നത് കേട്ടോ. അപ്പോഴേ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പ് പെട്ടെന്നുള്ള ഒരു ടിപ്പാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടോ മുടിക്ക്, നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പുണ്ട്. ഈ ഫ്രണ്ടിലൊക്കെ ഇത് തേച്ചപ്പം തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഇതേപോലുള്ളത് തന്നെ നമ്മൾ അലോവേര തന്നെ ഇടാൻ നോക്കണം കേട്ടോ. മറ്റേതല്ല, നമ്മുടെ വീടുകളിൽ വളർത്തുന്നതല്ല, ഇത് തന്നെ നമ്മൾ ഇടാൻ നോക്കണം. അപ്പോൾ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒന്നുകൊണ്ട് ഇതാവേണ്ട. ഇത് ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക, പോയിട്ട് വരിക, പിന്നെ മുടി പോയി കഴുകുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല. അത് സംഭവം നമ്മുടെ കയ്യിലൊരു ഇങ്ങനെ ആവത്തതും ഒന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞത് വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോഴല്ലേ നമുക്ക് വിശ്വാസം വരത്തുള്ളൂ. ഒരാൾ പറയുമ്പോൾ ഓ വെറുതെ പറയുന്നതാ എന്ന് വിചാരിക്കും. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്ക്. കിടുക്കാച്ചി ടിപ്പാണ് സുപ്പ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.